പാഞ്ചാലി നന്നായി. നിനക്ക് ഒരു അപകടം തോന്നിയ സമയത്ത് എന്നെ വിളിക്കാൻ തോന്നിയല്ലോ, അതുകൊണ്ട് നന്നായി. നീ ഇനിയും നന്നാവട്ടെ 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 എന്ന് പറഞ്ഞ് ആ കൃഷ്ണയെ പ്രശംസിച്ചു. ഇങ്ങനെ കൃഷ്ണനെ നമിച്ചു, കൃഷ്ണയെ അനുഗ്രഹിച്ചു, പ്രശംസിച്ചു. ആ ദുര്യോധനെ നിഗ്രഹിച്ചു, ഇയാൾക്കൊന്ന് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുണ്ടോ ഉപദ്രവം? ഇങ്ങനെ മതി ചണ്ടിത്തം കാട്ടണോ? ഇങ്ങനെ അദ്ദേഹത്തെയും വേണ്ട പോലെയാക്കി. ആള് തരക്കടൊന്നുമില്ല, ഈശ്വരാധീനമൊക്കെ ഉള്ള ആളാ. ഇങ്ങനെ കാണുന്നതൊന്നും നോക്കണ്ട, ഉള്ളിലാളൊരു ശുദ്ധനാണ്, ഒരു പൊള്ളയായിട്ടുള്ള മരം, അത്രേ ഉള്ളൂ. നല്ല കാതലൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ ചില ചണ്ടിത്തങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സൊക്കെ ശുദ്ധമായിട്ട് അവിടെ വന്ന് കൂടുന്നതാ. അതുകൊണ്ട് നീയും നന്നാവട്ടെ. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദുർവാസാവ് മഹർഷി ശിഷ്യന്മാരോടുകൂടെ ആ സന്ധ്യാവന്തര നിയമങ്ങൾ പാലിക്കാനായിക്കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ധർമ്മപുത്രരോ, ഇനി എനിക്കൊരു അബദ്ധം പറ്റില്ല, ഞാൻ എന്റെ ഭാര്യയുടെ കാര്യത്തില് ശ്രദ്ധ പുലർത്തും എന്നുറപ്പിച്ചുകൊണ്ട് ആ പാഞ്ചാലിയുടെ അടുക്കൽ ചെല്ലുകയും ചെയ്തു. ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ, അദ്ദേഹം ദ്വാരകയിൽ ചെന്നു എന്ന് മാത്രമല്ല, അവിടെ ഒന്നല്ല അനവധി എണ്ണാണല്ലോ. ഒന്നുണ്ടായ കഴിച്ചുകൂട്ടാൻ വിഷമം, അവിടെ കുറെ എണ്ണുണ്ട് ഭഗവാനെ. അങ്ങനെ താൻ രക്ഷിച്ചിരിക്കുന്ന സകല ഭാര്യമാർ ആരപടി കാലം കയറ്റിയിരിക്കണത്, ഇങ്ങനെയൊക്കെ ഇരിക്കണോ? അതായത് രുക്മിണി ദേവി, നന്നായി നന്നായി, വെള്ളം കുടിക്കുക, നന്നായി നന്നായി. അങ്ങനെ എല്ലാവരോടും കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ അവിടെ ഭംഗിയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ ലോകനായകനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണനോ പാണ്ഡവന്മാർക്ക് വരാൻ പോകുന്നതായിട്ടുള്ള വലിയ ലാഭത്തിങ്കിൽ നിന്നും അവരെ രക്ഷിച്ചതിന്റെ ശേഷം ആ വാസാവ് മഹർഷിയെ വെണ്ണ പോലെയാക്കിയതിന്റെ ശേഷം ധർമ്മപുത്രരെയും പാഞ്ചാലിയെയും അനുഗ്രഹിച്ച് ഭഗവാൻ കൃഷ്ണനെ നല്ലോണം നമിക്കുകയും ചെയ്തു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണനോ എല്ലാവർക്കും അക്ഷയപാത്രത്തെ നൽകി സർവ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്ത് രക്ഷിക്കട്ടെ. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ.